മാന്യ പ്രേക്ഷകർക്ക് വന്ദനം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുമായി സന്ധിക്കുവാൻ ലഭിച്ച സാവകാശം വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഈ പ്രോഗ്രാം കാണുകയും അതിന്റെ ഫലമായി നിങ്ങൾക്ക് ലഭിച്ച സന്തോഷം ഞങ്ങളുമായി ഷെയർ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. തുടർന്നും ഞങ്ങളുടെ ഈ പ്രോഗ്രാം കാണുകയും ആ കാണുന്ന പ്രോഗ്രാമുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ആശ്വാസമായി തീരട്ടെ എന്ന് ഞങ്ങൾ വീണ്ടും ആശംസിക്കുന്നു. ലോകം മുഴുവൻ ഈസ്റ്റർ ആഘോഷിക്കുന്ന ഒരു സുദിനമാണെന്ന്. ഈസ്റ്റർ സന്തോഷത്തിന്റെ ദിനമാണ്. എല്ലാവരും സന്തോഷിക്കുവാനായി അനേക വഴികൾ കണ്ടെത്തുമ്പോൾ യഥാർത്ഥമായ ഈസ്റ്ററിന്റെ സന്തോഷം എന്താണെന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. യഥാർത്ഥമായ ഈസ്റ്റർ സാക്ഷാൽ ലോകരക്ഷകനായ യേശു ഈ ഭൂമിയിൽ ജാതനായി തന്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടം തികച്ച് മാനവജാതിയുടെ രക്ഷയ്ക്കായി പാപ പരിഹാര ബലിയായി തീർന്നു എന്ന് തിരുവഴുത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതെങ്ങനെയാണ് പാപ പരിഹാര ബലിയായി തീർന്നതെന്ന് ചിന്തിക്കുന്നതെന്നായിരിക്കും. യേശു പാപം കൂടാതെ ഈ ഭൂമിയിൽ ജനിച്ചു. പ്രവാചകന്മാരുടെ എഴുത്തുകൾ അങ്ങനെയാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അതിന് നിവർത്തികരമായിട്ടാണ് യേശു ഈ ഭൂമിയിൽ ജനിച്ചത്, പാപമില്ലാതെ. 33 തിരുവയസ്സ് യേശു ഈ ഭൂമിയിൽ ജീവിച്ചു. 3.5 വർഷത്തെ തന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ ഇരുട്ടിലിരുന്ന ജനത്തിന് വെളിച്ചം ലഭിക്കുവാൻ, മരണനിഴലിൽ ഭയത്തിൽ ഭീതിയിൽ മരണഭീതിയിലായിരുന്നവർക്ക് വെളിച്ചമുദിക്കുവാൻ, സമാധാനമായി തീരുവാൻ യേശുവിന്റെ ശുശ്രൂഷകൾ മുഖാന്തരമായി തീർന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ചില കാര്യങ്ങൾ നമുക്ക് അന്യോന്യം ചിന്തിക്കുവാനിടയായി തീർന്നല്ലോ. എന്നാൽ യേശുവിന്റെ ഈ ലോകത്തെ ജനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം മാനവജാതിയുടെ, മനുഷ്യകുലത്തിന്റെ പാപ പരിഹാരമാണ്. മനുഷ്യൻ ഈ ഭൂമിയിൽ പാപത്തിനെതിരായി ജീവിച്ച് മരിച്ച് നിത്യ നരകത്തിലേക്ക് പോകുമ്പോൾ അവന്റെ നേർച്ച കാഴ്ചകൾ, അവന്റെ പുണ്യപ്രവൃത്തികളൊക്കെ അവന്റെ ജീവിതത്തിൽ സമാധാനം നൽകുവാൻ കഴിയാതെ മനുഷ്യവർഗം പരാജയപ്പെട്ടിരിക്കുമ്പോൾ യേശു മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി ബലിയായി തീർന്നു. പാപ പരിഹാര ബലിയായി മനുഷ്യന്റെ പാപങ്ങളെ യേശു ഏറ്റെടുത്തുകൊണ്ട് മരിച്ചു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. യേശുവിന്റെ മരണം ഒരു സാധാരണ മരണമായിരുന്നില്ല. അന്നത്തെ ഏറ്റവും നീചമായ മരണശിക്ഷയാണ് ക്രൂശിൽ തൂക്കി കൊല്ലുക എന്നുള്ളത്. അങ്ങനെ ഏറ്റവും കഠോരമായ ഒരു മരണമാണ് യേശുവിന് ലോകം നൽകിയത്. യേശുവിനെ 5 വിസ്താര കോടതികളിൽ 7 പ്രാവശ്യം വിസ്തരിച്ചതായി തിരുവഴുത്തിൽ വായിക്കുന്നു. ഈ വിസ്താര കോടതികൾക്കും ഒരു കോടതിക്കും യേശുവിൽ മരണയോഗ്യമായ ഒരു തെറ്റ് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അവസാനം യേശുവിനെ പീലാത്തോസിന്റെ കോടതിയിൽ ശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ പീലാത്തോസ് ജനത്തോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്: ഈ മനുഷ്യനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. തന്റെ ഭാര്യ ആളയച്ച് പീലാത്തോസിനോട് പറയുന്നു, ആ നീതിമാന്റെ കാര്യത്തിൽ നീ ഇടപെടരുത്, കാരണം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. മരണയോഗ്യമായി താൻ ഒന്നും ചെയ്തില്ലെന്ന് കോടതിക്ക് സ്പഷ്ടവും വ്യക്തമായി തെളിഞ്ഞിരിക്കെ പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, ഉത്സവം തോറും ഒരാളെ വിട്ടുതരുന്ന പതിവ് ഉണ്ട്, അതുകൊണ്ട് യേശുവിനെ ഞാൻ വെറുതെ വിടുകയാണ്. കൂടി വന്ന ജനസമൂഹം അത് അനുവദിച്ചില്ല. ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട. ബർബാസ് എന്ന പേരിൽ കലഹവും കുലയും ഹേതുവായി
ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഒരാളെ ഞങ്ങൾക്ക് മതി എന്ന് ജനം ആർത്തു വിളിച്ചതായി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ദൈവ സ്നേഹമാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തിയ, സ്നേഹം എന്താണ് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തിയ യേശു ജീവിതത്തിൽ യാതൊരു തെറ്റും ആരോപിക്കപ്പെടുവാൻ കഴിയാതെ നീതിയോട് ജീവിച്ച യേശു, കോടതി പറയുന്ന ഈ മനുഷ്യൻ ഒരു കുറ്റവും കാണുന്നില്ല. യേശുവിന് മുമ്പ് ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു വിധിന്യായം ഉണ്ടായിട്ടില്ല. യേശുവിന് ശേഷം ലോകാവസാനം വരെ അങ്ങനെ ഒരു വിധിന്യായം ഇനി ഉണ്ടാകുവാനും പോകുന്നില്ല. കാരണം ഏത് ശിക്ഷയ്ക്കും മുമ്പിൽ ഒരു കാരണം കണ്ടെത്തി ആ നിയമപ്രകാരമാണ് ശിക്ഷിക്കുന്നത്. എന്നാൽ യേശുവിന്റെ മരണത്തിന്റെ ശിക്ഷ പറയുന്നത്, ഈ മനുഷ്യരിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല, എങ്കിലും നിങ്ങൾ അവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞ് പീലാത്തോസ് യേശുവിനെ മരണത്തിന് ഏൽപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഭൗതികമായ മണ്ഡലത്തിൽ അത് നമുക്ക് ചോദ്യത്തിന് മറുപടി ലഭിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ നീതി നിവർത്തീകരണം എന്ന വണ്ണം പാപത്തിന്റെ ശമ്പളം മരണമെന്ന നിത്യന്യായ വിധിയിൽ മനുഷ്യവർഗം മുഴുവൻ നരകത്തിലേക്ക് പോകുമ്പോൾ പാപം ചെയ്യാത്ത, പാപമില്ലാത്ത യേശു പാപികളായ മനുഷ്യർക്ക് വേണ്ടി യാഗമായി തീർന്നു. അങ്ങനെ യേശു കാൽവറി ക്രൂശിൽ വളരെ ക്രൂരമായ മരണം ആസ്വദിച്ച് താൻ മരിച്ചതായി നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയുന്നു. അങ്ങനെ യേശു തിരുവെഴുത്തിന്റെ നിവർത്തീകരണമായി മാനവജാതിയുടെ പാപ പരിഹാര ബലിയായി തീർന്നു. തന്നെ ക്രൂശിൽ നിന്ന് ഇറക്കി അരിമത്യയിലെ യോസേഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. അന്നത്തെ യഹൂദ ജനം പീലാത്തോസിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, യേശു ജീവിച്ചിരിക്കുമ്പോൾ താൻ മരണശേഷം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിക്കാതിരിക്കേണ്ടുന്നതിന് കാവൽക്കൂട്ടത്തെ അയച്ച് കല്ലറ ഉറപ്പുവരുത്തണം. പീലാത്തോസ് അവിടെ ആവശ്യം അംഗീകരിച്ച് യേശുവിനെ അടക്കിയ കല്ലറയ്ക്ക് ഗവൺമെന്റ് മുദ്ര വെച്ചു, കാവൽക്കൂട്ടത്തെ കൊടുത്തു. കാവൽക്കൂട്ടം കല്ലറ കാത്തുകൊണ്ടിരിക്കെ യേശു നേരത്തെ പറഞ്ഞിരുന്ന പ്രകാരം 3-ാം ദിവസം ശക്തിയോട് ഉയർത്തെഴുന്നേറ്റു. യേശുവിന്റെ ആ ഉയർത്തെഴുന്നേൽപ്പിനെയാണ് ഇന്ന് ലോകം മുഴുവൻ ഈസ്റ്റർ ആഘോഷമായി കൊണ്ടാടുന്നത്. ലോകം മുഴുവൻ ആഘോഷത്തിലാണ്. ലോകത്തെ പലവിധമായ ആഘോഷങ്ങൾ, ലോകത്തിൻ്റെതായ അനേക സന്തോഷങ്ങൾ പങ്കിടുമ്പോൾ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഉദ്ദേശിക്കുന്ന സന്തോഷം അതല്ല. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള സന്തോഷം. യേശു പറഞ്ഞത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ഞാൻ തരുന്ന സമാധാനം ലോകത്തിന് തരാൻ കഴിയില്ല, ലോകത്തിന് നിങ്ങളിൽ നിന്ന് എടുത്തു കളയുവാനും കഴിയില്ല. അങ്ങനെ ഒരു സമാധാനം മാനവജാതിക്ക് പ്രദാനം ചെയ്യുവാൻ വേണ്ടിയാണ് യേശു കാൽവറി യാഗമായി തീർന്ന് മരണത്തെയും പാതാളത്തെയും ജയിച്ച് ജൈവീരനായി ഉയർത്തെഴുന്നേൽപ്പ്. എന്നെ കേൾക്കുന്ന വാത്സല്യ സുഹൃത്തെ, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മാനവജാതിയുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ്. യേശുവിന്റെ കാൽവറി മരണത്തിൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് സൗജന്യമായി ഈ സന്തോഷം പ്രാപിക്കാം. എന്റെ ജീവിതത്തിൽ ഞാൻ സമാധാനമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. ഏകദേശം ഒരു 35 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചു, യേശുവേ, എന്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷമില്ല. എന്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വന്ന് എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിച്ച് അങ്ങയുടെ മരണത്താൽ എന്റെ മരണം നീങ്ങി എന്നുള്ള ഒരു ധൈര്യം എന്റെ ഉള്ളിൽ തന്ന് അങ്ങ് വാഗ്ദത്തം ചെയ്ത സമാധാനം എന്റെ ഉള്ളിൽ തരണമേ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത്ഭുതാവകമായ ഒരു സമാധാനം എന്റെ ഉള്ളിലേക്ക് വന്നു. ഇന്ന് ഞാൻ ആ സമാധാനത്തിൽ ജീവിക്കുന്നു. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് ലഭിക്കുന്ന സമാധാനം താൽക്കാലികമായ ഒരു ദിവസം കൊണ്ട്, ഒരു ഈസ്റ്റർ ദിവസം കൊണ്ട് ആമേ അവസാനിക്കുന്നതല്ല. അത് നാം ഈ ലോകത്തിലെ ജീവിത കാലഘട്ടം മുഴുവനും നമ്മെ അനുഗമിക്കുന്ന
ഒരു സന്തോഷമാണ്, ഒരു ധൈര്യമാണ്, ഒരു പ്രത്യാശയാണ്. മരണഭീതി നമ്മെ വിട്ടുപോകുന്നതാണ്. കാരണം നമ്മുടെ ഉള്ളിലെ ആത്മാവിനറിയാം, മരിച്ചാൽ നാം എവിടേക്കാ പോകുന്നതെന്ന്. നമുക്കിത് വലിയ ബോധമണ്ഡലത്തിൽ തിരിച്ചറിഞ്ഞില്ലെങ്കിലും അകത്തെ ആത്മാവിനറിയാം. അതുകൊണ്ടാണ് മരണഭീതി പലപ്പോഴും മനുഷ്യനെ അലട്ടുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൽ കൂടി, പാപപരിഹാര ബലിയിൽ കൂടി സൗജന്യമായ ആത്മരക്ഷ പ്രാപിക്കുന്നവർക്ക് ജീവിതകാലം മുഴുവനും സന്തോഷകരമായ ഒരനുഭവം ആത്മമണ്ഡലത്തിൽ ദൈവം തരികയും മരണശേഷം യേശു ഒരുക്കുന്ന നിത്യതയിൽ സ്വർഗരാജ്യത്തിൽ നമുക്ക് യുഗായുഗങ്ങൾ, കാലഘട്ടങ്ങൾ അവസാനിക്കാത്ത യുഗങ്ങളായി യേശുവിനോടുകൂടെ പാർക്കുവാൻ ഒരു അവസരം കൂടെ യേശു ഒരുക്കുന്നുണ്ട്. യേശു അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കാം. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടുന്നതിന്, നിങ്ങളെയും ഇരുത്തേണ്ടുന്നതിന് വീണ്ടും ഞാൻ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശുവിന്റെ പുനരുത്ഥാനം കൊണ്ട്, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് മാനവജാതിക്ക് സൗജന്യമായി ലഭിച്ചതാണ് ഈ രക്ഷ. ഇതൊരു മാർഗമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. നിത്യജീവന്റെ മൊഴികളാണ് യേശു ലോകത്തോട് അറിയിച്ചത്. ഈ ഈസ്റ്റർ ദിനത്തിൽ വെറും ഒരു ആഘോഷം കൊണ്ട് നിങ്ങൾ ഈസ്റ്റർ അവസാനിപ്പിക്കാൻ ഇടയാകാതിരിക്കട്ടെ. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾക്ക് നിത്യമായ ശാശ്വതമായ ഒരു സമാധാനത്തിലേക്ക് നിങ്ങളെ നടത്തട്ടെ. എന്നെ ആ സമാധാനത്തിലേക്ക് നടത്തിയ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന യേശു നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും, എന്തിനാണ് ജീവിക്കുന്നതെന്ന് നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കുന്ന ഒരു വ്യക്തിയായാലും, നിങ്ങൾ മരണഭീതിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയായാലും, ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ നിങ്ങൾ കഴിഞ്ഞുകൂടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാനൊരു ഉറപ്പ് നിങ്ങൾക്ക് തരാം. മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന ഏക മാനദണ്ഡത്തിൽ നിങ്ങൾക്ക് നിത്യമായ സമാധാനം തരുവാൻ ആഗ്രഹിക്കുക. എന്നെ പോലെ അനേകരെ തങ്ങളുടെ ഭയത്തിൽ നിന്ന്, നിരാശ ചിന്തകളിൽ നിന്ന്, ലക്ഷ്യമില്ലാതുള്ള ജീവിതയാത്രയിൽ നിന്നൊക്കെ മടക്കിക്കൊണ്ടുവന്ന് നിത്യമായ സമാധാനവും സന്തോഷവും പ്രത്യാശയും ജീവിതത്തിൽ ലക്ഷ്യബോധം തന്ന ഉയർത്തെഴുന്നേറ്റ യേശു ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വസിച്ച് നിങ്ങളെ ഒരു സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഉടമസ്ഥനാക്കി തീർക്കുവാൻ, ഒരു നല്ല ഭർത്താവായി, ഒരു നല്ല പിതാവായി, ഒരു നല്ല ഗൃഹനാഥനായി, ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമസ്ഥനാക്കി തീർക്കുവാൻ, ഒരു നല്ല മാതാവായി, നല്ലൊരു ഭാര്യയായി, ഒരു നല്ല മകളായി, ജീവിതത്തിൽ യഥാർത്ഥമായ സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, ഒരു അനുഗ്രഹത്തിന്റെ ഉടമസ്ഥരാക്കി മാറ്റുവാൻ യേശു വ്യക്തിപരമായി നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക. അത് മറ്റൊന്നിന് ചോദിക്കുന്നില്ല, ഒരു സാഹചര്യം ചോദിക്കുന്ന ഒരേ ഒരു മനസ്സ്, യേശുവേ അങ്ങനെ ജീവിതത്തിലേക്ക് വന്ന് എനിക്ക് സമാധാനം തന്നെ. മനസ്സിന് വലിയ മാറ്റമുണ്ടാകട്ടെ, ഹൃദയത്തിൽ വലിയ സമാധാനം ഉണ്ടാകട്ടെ. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്നോട് ചേർന്ന് ഈ പ്രാർത്ഥന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ അത്ഭുതാപകമായ ഒരു അനുഭവം ദൈവം തരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം അങ്ങനെ അനുഭവസ്ഥരായ വലിയൊരു കൂട്ടം ജനമിന്ന് നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. മറ്റൊന്നും നമ്മിൽ നിന്ന് ദൈവം ചോദിക്കുന്നില്ല. നല്ലൊരു മനസ്സ്, നല്ലൊരു ആഗ്രഹം. ആ ആഗ്രഹം സ്വാധീകരിക്കുന്നതിന് വേണ്ടിയാണ് യേശു കാൽവറി യാഗമായി തീർന്നത്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങൾ എന്നോട് ചേർന്ന് ഏറ്റു പ്രാർത്ഥിക്കും. യേശുവേ, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്. നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പലപ്പോഴും ആഗ്രഹിക്കാത്ത
തിന്മ എൻ്റെ ജീവിതത്തിൽ, തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്നു. യേശുവേ, അങ്ങ് മനുഷ്യവർഗത്തിന് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. അങ്ങയുടെ പാപമില്ലാത്ത രക്തത്താൽ എൻ്റെ പാപക്കറകളെ കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ. എന്നെ നിന്റെ മകനാക്കി മകളാക്കി അങ്ങ് സ്വീകരിക്കണമേ. അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എനിക്ക് നിത്യമായ സമാധാനവും നിത്യമായ സന്തോഷവും തരണമേ. ഞാനത് വിശ്വസിച്ച് അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്നു. ഈ പ്രാർത്ഥന എന്നോട് ചേർന്ന് ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിച്ചുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത്ഭുതാപകമായ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളായി നിങ്ങൾക്ക് ഭാരമായിരുന്ന വിഷയങ്ങളിൽ നിന്ന് ദൈവം നിങ്ങൾക്കൊരു ആശ്വാസം തരും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, എന്റെ വാത്സല്യ പ്രേക്ഷകർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിൽ ദുഃഖിതരായി, നിരാശരായി, തകർച്ചയുടെ വക്കിൽ ജീവിതം ഒരു ചോദ്യചിഹ്നമായി ശേഷിക്കുമ്പോൾ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യാഗമായി തീർന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജനഹൃദയങ്ങളിൽ, ജീവിതങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ, അവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമേ, ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന, ജീവിതത്തിൽ ലക്ഷ്യബോധം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച്, ജീവിതത്തിൽ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരണമെന്ന് ആഗ്രഹിച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ ദിവ്യമായ സമാധാനം, ദിവ്യമായ സന്തോഷം, ഒരു ഈസ്റ്റർ ദിനം കൊണ്ട് അവസാനിക്കുന്ന സന്തോഷമല്ല, ജീവിതകാലം മുഴുവൻ പിന്തുടരുന്ന ദിവ്യമായ സമാധാനത്തിന് അവരെ ഉടമസ്ഥരാക്കണമേ. അവരൊരു അനുഗ്രഹമായി തീരട്ടെ. അവരുടെ ഭവനത്തിന്, ദേശത്തിന് അവരൊരു അനുഗ്രഹമായി തീരട്ടെ. അതിനായി എന്റെ കേൾവിക്കാർക്ക് വേണ്ടി, എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ നിരാശകളിൽ നിന്ന്, ആകുല ചിന്തകളിൽ നിന്ന്, ഭയത്തിൽ നിന്ന് ദൈവരെ വിടുവിച്ചതിനായി നന്ദി. സകലമാനവും മഹത്വവും യേശുവിന്റെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ഈസ്റ്റർ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ആശ്വാസത്തിന് മുഖാന്തരമായി തീരട്ടെ. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഈ പ്രോഗ്രാം കാണുകയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അനേകർക്ക് അവരുടെ വിവിധങ്ങളായ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കിട്ടി. അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഓരോന്നും വിവരിച്ച് പറയുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സമയം, അതിന് പരിധികളുണ്ടല്ലോ. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി ലഭിച്ചത് ഞങ്ങളെ അറിയിക്കണം. ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് തമ്മിൽ കാണാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.